സാധാരണ തെങ്ങുകൾക്ക് മൈക്രോ ഫുഡ് എന്ന വളം അല്ലെങ്കിൽ സൂക്ഷ്മ മൂലക വളം സാധാരണ കർഷകർ പ്രയോഗിക്കാറില്ല. എന്നാൽ ചെടികൾക്ക് വളരെ അത്യന്താപേക്ഷിതമായ വളങ്ങളാണ് സിങ്ക്, മഗ്നീഷ്യം, മോളിബ്ഡിനം, കൊബാൾട്ട് അതുപോലുള്ള സൂക്ഷ്മമൂലകങ്ങൾ ചെടികൾക്ക് വളരെ അത്യാവശ്യമുള്ള വളർച്ചയ്ക്കും ഉൽപാദനക്ഷമതയ്ക്കും രോഗപ്രതിരോധ ശക്തിയും എല്ലാം അത്യാവശ്യമാണ്. ഇതിനകത്ത് ഞാൻ അവതരിപ്പിക്കുന്ന ഒരു സൂക്ഷ്മ മൂലക മിക്സറിൻ്റെ പേര് മോളാർ എന്നാണ്. ഇതിനകത്ത് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി 11% അമോർഫസ് സിലിക്ക അടങ്ങിയിട്ടുണ്ട്. സിലിക്ക നമുക്ക് ഇപ്പോൾ എല്ലാ ചെടികൾക്കും വളരെ അത്യന്താപേക്ഷിതമായ ഒരു മൂലകമാണ്. ചെടികളിലെ വേരുകൾക്ക് കട്ടി കൊടുക്കുക, എല്ലാ സ്ട്രെസ്, പുളിയാണേലും ഉപ്പുരസമാണേലും വരൾച്ചയാണേലും എല്ലാ ഇതുപോലുള്ള സ്ട്രെസ്, ചൂട് മൂലം ചെടികൾക്ക് സഹിക്കാൻ കഴിയാതെ ഉൽപാദനത്തെ കുറയുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഈ സിലിക്ക ചെടിക്കൊരു ആവരണമായി നിന്നുകൊണ്ട് ചെടിയെ സംരക്ഷിക്കുന്നതാണ്. അപ്പോൾ സിലിക്ക ചേർന്നുള്ള സൂക്ഷ്മ മൂലം എന്തുകൊണ്ടും ചെടികൾക്ക് വളരെ ഫലപ്രദമാണ്. എൻ്റെ പേര് ജോസഫ് ജോർജ് എന്നാണ്. കൃഷി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്തു. ഇപ്പോൾ എനിക്കൊരു 1 ഏക്കർ സ്ഥലം ഇവിടെ ചങ്ങനാശ്ശേരിയിലുണ്ട്. അതിൽ തെങ്ങ്, വാഴ, ജാതി, ഫ്രൂട്ട് പ്ലാന്റ്സ് എന്നിവയാണ് കൃഷി. ഇപ്പോൾ തെങ്ങിനെ സംബന്ധിച്ച് നമുക്ക് ഈ വെള്ളയ്ക്ക പൊഴിയുന്നത് അല്ലെങ്കിൽ കരിക്ക് പരുവത്തിൽ ഇത് പൊഴിഞ്ഞു വീഴുന്ന ഒരു പ്രശ്നമുണ്ട്. അതിന് പരിഹാരമായിട്ടാണ് മൈക്രോ ന്യൂട്രിയൻ നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ സിലിക്ക ചേർന്ന ഒരു മൈക്രോ ന്യൂട്രിയൻ ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മോളാർ എന്ന ഒരു ഈ മൈക്രോ ന്യൂട്രിയൻ്റ്, സിലിക്ക ചേർന്ന ഒരു മൈക്രോ ന്യൂട്രിയൻ എനിക്ക് ലഭിക്കുകയുണ്ടായി. അത് ഈ പറഞ്ഞ പോലെ ആദ്യത്തെ തെങ്ങിനൊക്കെ തളം തുറന്ന് ഈ നമ്മൾ കുമ്മായവും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചതിന് ഒരു 15 ദിവസത്തിന് ശേഷം മറ്റു രാസവളത്തിൻ്റെ കൂടെ അല്ലാതെ വേറെ തന്നെ സെപ്പറേറ്റ് ചേർക്കണം. അത് ഒരു 1/4 കിലോ തൊട്ട് 1/2 കിലോ വരെ, 1/2 കിലോ ആകുമ്പം നല്ല വിളവുള്ള തെങ്ങിന്, നമുക്ക് കാഫലം കൂടുതലുള്ള തെങ്ങിന് 1/2 കിലോ വരെ കൊടുക്കാവുന്നതാണ്. 1/4 കിലോ തൊട്ട് 1/2 കിലോ വരെയാണ് ഇത് നൽകിയിട്ടുള്ളത്. അതനുസരിച്ചുള്ള വ്യത്യാസം എൻ്റെ തെങ്ങിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ സംതൃപ്തനാണ്.